വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് PR അരവിന്ദാക്ഷൻ. ജനങ്ങളുടെ ആരോഗ്യം മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ കഴിയുന്ന കൗൺസിലറാണ് PR അരവിന്ദാക്ഷൻ. കേരളത്തെ പിടിച്ചുകുലുക്കിയ കോവിഡ് എന്ന മഹാമാരിയിൽ തന്റെ ജീവൻ പോലും പണയം വെച്ച് PR അരവിന്ദാക്ഷൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധയാകർഷിച്ചതും പ്രശസ്തി നേടിയതുമാണ്. PP കിറ്റുമണിഞ്ഞ മൃതദേഹങ്ങൾ വരെ ചുമന്ന ആളാണ് PR അരവിന്ദാക്ഷൻ. തന്നിൽ അർപ്പിക്കുന്ന ഏത് ജോലിയും കൃത്യമായും സത്യസന്ധമായും നിർവഹിക്കുന്ന പച്ചയായ സാധാരണക്കാരൻ. അതുകൊണ്ട് തന്നെ PR അരവിന്ദാക്ഷനെ ജനങ്ങൾ രണ്ടാം വട്ടവും തിരഞ്ഞെടുത്തു. ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കുടിവെള്ളം തന്റെ ഡിവിഷനിലെ മുക്കിലും മൂലയിലും എത്തിക്കാൻ PR അരവിന്ദാക്ഷന് കഴിഞ്ഞു. ഡിവിഷനിലെ 80% റോഡുകളെയും നിർമ്മാണം പൂർത്തിയാക്കി. ലൈഫ് പദ്ധതി പ്രകാരം അപേക്ഷിച്ചവർക്ക് വീടുകൾ നൽകി. മുഖ്യമന്ത്രിയുടെ റീബിൽഡ് പദ്ധതി പ്രകാരം പർളിക്കാട് വടക്കാഞ്ചേരി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കി. പുറമ്പോക്ക് ഭൂമിയിൽ കഴിയുന്നവർക്ക് വീട് വെച്ചുകൊടുക്കാൻ കഴിയാത്ത വിഷമം മനസ്സിലുള്ളതായി PR അരവിന്ദാക്ഷൻ പറഞ്ഞു. ചരൽപ്പറമ്പിലെ വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞതുമൂലം നിരവധി പേരുടെ സ്വന്തമായൊരു ഭവനമെന്ന സ്വപ്നം പൂർത്തീകരിക്കാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ ഒരു ആർട്ട് ഗാലറി നിർമ്മിക്കണമെന്നാണ് ലക്ഷ്യം. ഇതിനായി ഭൂമി കണ്ടുവച്ചിട്ടുണ്ടെന്നും PR അരവിന്ദാക്ഷൻ പറഞ്ഞു. നമസ്കാരം. എനി ടൈം ന്യൂസിന്റെ പിന്നിട്ട വഴികൾ എന്ന ഈ യാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷൻ. അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് രംഗത്ത് വന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഈ ഒരു 5 വർഷം ഈ ഒരു വികസന നേട്ടങ്ങളുടെ പിന്നാമ്പുറങ്ങൾ നോക്കുമ്പോൾ നിരവധി വ്യായ പ്രവർത്തനങ്ങൾ അങ്ങ് നടത്തിയിട്ടുണ്ട്. അത് അങ്ങയുടെ മണ്ഡലത്തിൽ തങ്ങളുടെ വാർഡിൽ തന്നെ കൗൺസിലിൽ തന്നെ നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതിനേക്കാൾ മുൻപേ തന്നെ അങ്ങയെക്കുറിച്ച് ആദ്യം ഓർത്തെടുക്കുന്നത് കോവിഡ് കാലഘട്ടത്തിൽ അങ്ങ് നടത്തിയ ചില പ്രവർത്തനങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് പതുക്കെ ചർച്ചയിലേക്ക് തുടങ്ങാം. ഈ കോവിഡ് കാലഘട്ടത്തിലെ സ്വന്തം ജീവിതത്തെ പോലെ അല്ലെങ്കിൽ സ്വന്തം ജീവനെ പോലും ചിന്തിക്കാത്ത തരത്തിൽ സമൂഹത്തിൻ്റെ സേവനത്തിനായിട്ട് അങ്ങ് ഒരുപക്ഷെ എല്ലാവർക്കും പേടിയോടുകൂടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഈ കോവിഡ് കാലഘട്ടം. ആ സമയത്ത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സാമൂഹ്യ സേവനത്തിനായിട്ട് അങ്ങ് ഇറങ്ങിയ നിമിഷമുണ്ട്. ഒന്ന് ഓർത്തെടുക്കാമോ ആ നിമിഷം? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു വടക്കാഞ്ചേരി പള്ളിയുടെ അടുത്താണ് ഒരു മരണം നടക്കുന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ ജനം മൊത്തം രീതിയിലാണ്. അതെ. പക്ഷേ നമുക്ക് ഈ ആരോഗ്യ പ്രവർത്തന മേഖലയ്ക്കകത്ത് അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല. ആൾ മരണപ്പെട്ടപ്പോൾ ഇവരിനെ നമുക്ക് അവരുടെ ബോഡി അടക്കം ചെയ്യണല്ലോ. വടക്കാഞ്ചേരി പള്ളിക്കകത്ത് ആണ് സമയം വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്ന് പറഞ്ഞാൽ അന്ന് അത്തെ ഹെൽത്ത് ജയിച്ച് ഒരു ഷാഹിന, മറ്റു ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടായിരുന്നില്ല. അവരും ഞങ്ങളുടെ കണ്ടിജൻ്റ് ജീവനക്കാരും ഞങ്ങളും സാധാരണ ഒരു മരണത്തിൻ്റെ സമാപന ചടങ്ങ് നടക്കുന്ന സമയത്ത് പള്ളിയിൽ ഒരുപാട് ജനങ്ങളുണ്ടാകുന്ന സമയത്ത് മാറി വെറും പള്ളിയിലെ അച്ഛനും ആ കട്ടിയാരും ബാക്കി കുറച്ച് അവർ വീട്ടിലെ ആൾക്കാർക്കും കോവിഡാണ്, വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ അന്ന് ആദ്യത്തെ ഒരു അനുഭവം എന്ത് രീതി ഉണ്ടെങ്കിലും നമ്മൾ മനുഷ്യനല്ലേ, രീതിയൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ ഒരു മരണപ്പെട്ട് കിടക്കുന്ന ഒരു ബോഡിയോട് കൊടുക്കേണ്ട ഒരു ആദരവ് എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞങ്ങളെല്ലാവരും PP കിട്ടിട്ടു. നമ്മളിട്ടപ്പോൾ നമ്മുടെ ജീവനക്കാരും ഒപ്പം നിന്നു. ഭാഗമായിട്ട് നമുക്ക് അച്ഛനും വളരെ ചെറിയ സമയം കൊണ്ട് കുർബാനയൊക്കെ ചെയ്തു ചടങ്ങെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ ഒരു പൊടി ഇറക്കുക. പക്ഷെ ആ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പ്രവർത്തന രംഗത്ത് അങ്ങ് കടന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ മടിച്ചു നിൽക്കുന്ന
പല പ്രവർത്തനങ്ങൾക്കും അങ്ങയുടെ പ്രവർത്തനങ്ങൾ കണ്ട് ചേർന്നിട്ടുണ്ട്, എന്നാൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് കൂടെ ചേർന്നൊരു തലത്തിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ വടക്കഞ്ചേരിയിലെ നിരവധി പ്രത്യേകിച്ച് മരണപ്പെട്ടൊരവസ്ഥയിൽ കോവിഡ് എന്നൊരു മഹാമാരി പേടിയോടുകൊടുക്കുന്ന സമയത്ത് ആരോഗ്യരംഗത്ത് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല എന്ന് അങ്ങ് ചൂണ്ടിക്കാണിച്ച നിമിഷങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് ജനങ്ങളുടെ ഉള്ളിൽ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നില്ലേ? ആ ആശങ്ക ദൂരീകരിക്കാൻ അങ്ങ് എന്താണ് ആ നിമിഷത്തിൽ അങ്ങക്ക് എന്താണ് നിങ്ങളൊരു ധൈര്യപൂർവ്വം മാറി നിൽക്കേണ്ടതല്ല, മറിച്ച് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം അങ്ങക്ക് അറിയാം, എങ്കിൽ പോലും ആ ഒരു നിമിഷത്തെ ഒരു വല്ലാത്തൊരു ഭീതിയോടുകൂടി കാണുന്നൊരു അവസ്ഥയല്ലായിരുന്നു എല്ലാവരും? എനിക്ക് എൻ്റെ അനുഭവം, എൻ്റെ ഡിവിഷനകത്ത് ഉള്ള യൂത്ത് എല്ലാവരും ഞങ്ങൾ തീരുമാനിച്ചു നമുക്കിതിനെ മറികടക്കണം. അതെ, ജനിച്ചവർക്ക് എന്തായാലും മരണം ഉണ്ടാവും, തീർച്ചയായും. പക്ഷെ നമുക്കൊരു പ്രവൃത്തി ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ലക്ഷ്യമാണ്. അങ്ങനെ ഞങ്ങളുടെ യുവതാര സംഘടന യോഗം ചേരുകയും ഞാൻ വാർഡ് കൗൺസിലർ നിലയ്ക്കും സൺഡേ എം സി ചെയർമാൻ എന്ന നിലയ്ക്കും അതിന് വീട്ടിൽ നിന്ന് ഒരാൾ പോലും പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല. നമ്മൾ സാധാരണ തമിഴ്നാട്ടിലൊക്കെയാണ് ചെക്ക് പോസ്റ്റ് വയ്ക്കുക, അതുപോലെ ചെക്ക് പോസ്റ്റ് വെച്ച് ആ വീട്ടിലെ 26-ാം വീട്ടിലെ ഒരാൾ എന്തിനു പുറത്തേക്ക് പോകുന്നു ആ കാര്യം നമ്മുടെ വളണ്ടിയേഴ്സ് നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായ മെഡിസിൻ, പലവ്യഞ്ജന സാധനങ്ങൾ എന്താവശ്യമുണ്ടോ അത് മുഴുവൻ നടത്തി കൊടുക്കാവുന്ന ഒരു ടീമിനെയാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത് കാണുമ്പോൾ മറ്റുള്ള ആൾക്കാരും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് തയ്യാറായിട്ട് ആരോഗ്യ പ്രവർത്തനം സജീവമായി വരുന്നു. ഒന്ന് ഹോസ്പിറ്റലൊന്നും അകത്ത ആൾക്കാരില്ല, ഹോട്ടലില്ല, ആകെ പാർസലാണ്. കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ അന്ന് സജീവമല്ലായിരുന്നു. കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ എല്ലാ വീട്ടിലേക്കും മറ്റേ കിടപ്പ് രോഗികളായിട്ടുള്ള മറ്റേ അത്തരം പ്രശ്നങ്ങൾ വളരെ കുറച്ച് നമ്പർ വീടുകളുള്ളൂ. പക്ഷേ കോവിഡ് വന്ന വീട്ടിലേക്കും മുഴുവൻ വീട്ടിലേക്കും ഭക്ഷണം നമ്മളെ എത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജോലിയില്ലാത്തതിൻ്റെ പ്രതിസന്ധിയിൽ ജനം വലിയ ഭീതിയിലായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് ആവശ്യമായ നാട്ടിൽ നിന്ന് നന്നായി സഹായങ്ങൾ ആൾക്കാർ സാമ്പത്തികമായി അത് വളരെ കൃത്യമായി കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞതിന് ശേഷം ലക്ഷങ്ങൾ തന്നിട്ടുള്ള ആൾക്കാരുണ്ട് എൻ്റെ ഡിവിഷനകത്ത്. ഡിവിഷനിൽ ഇതുവരെ നോക്കുമ്പോൾ ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ അങ്ങേ ഒരു ഡിവിഷൻ അല്ലേ? കാലാവധി കുറച്ച് മാസങ്ങൾ. ഈ പിന്നിട്ട വഴികളിലൂടെ പിന്നിട്ട നാളുകളിലൂടെ ചിന്തിക്കുമ്പോൾ ഈ ഡിവിഷനിലുള്ള വികസന നേട്ടങ്ങൾ എടുത്തു പറയുന്നത് പ്രത്യേകിച്ച് കുടിവെള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു പ്രദേശമാണ്. ഇതെല്ലാം വടക്കാഞ്ചേരി ആണെങ്കിലും മൊത്തത്തിൽ എല്ലാ ഡിവിഷനിലും പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിൻ്റെ മുക്കിലും മൂലയിലും കുടിവെള്ളം എത്തിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി അത് ഏകദേശം ഒരു 100% വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് വലിയൊരു പ്രതിസന്ധി അല്ലായിരുന്നു. എങ്ങനെ അതായിരുന്നു ആദ്യത്തെ ഡിവിഷനിൽ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്? എൻ്റെ സ്വന്തം അനുഭവം, ഞാനൊക്കെ ഒരു 3-4 കളത്തിൽ വെള്ളം എത്തിയിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വരാൻ സമയത്ത് ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്നത് തൊട്ടടുത്ത് ഉണ്ടാകുന്ന കറുത്തമാമിൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുപോയത്. ഏകദേശം 1 കിലോമീറ്റർ ദൂരം വീട്ടിലേക്ക്. അങ്ങനെയാണ് ഞാൻ ജനപ്രതിയാവുന്നത്. എല്ലാ സമയത്തും വീട് പണ്ടുകൾ ഓടുന്നു, വിവിധ സ്ഥലത്ത് വരെ ഡോക്ടറിൻ്റെ സമയത്ത് വെല്ലുവിളിക്കും, അതിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് ജനപ്രതിയാവുന്നത് ആദ്യത്തെ 2000. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നമ്മളിരിക്കുന്നത് തൊട്ടടുത്ത് കാണുന്ന പഞ്ചായത്ത് പടിക്കൽക്കാവ് കുളം. ഈ കുളത്തിനകത്താണ് ഞങ്ങൾ അന്ന് ജലനിധി റെഡ് സ്കീമിൽ നടപ്പിലാക്കിയ ഫസ്റ്റ് കുളം കുഴിക്കുന്നത്. 15 സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് ഗ്രാമശില എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റിക്ക് തരികയും അതിനകത്ത് വെല്ല് കുഴിച്ച് ഇപ്പം ഞങ്ങൾക്ക് വളരെ വെല്ലുവിളിച്ച് തന്നെ വേണമെങ്കിൽ പറയാം, 24 മണിക്കൂറും ശുദ്ധമായ കുടിവെള്ളം കൊടുക്കുന്ന ഒരു സമിതി ഞങ്ങളുടെ ഡിവിഷനിലാണെന്ന് പറയാം. അതൊരു ജർമ്മൻ ടെക്നോളജി വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. അത് 24 മണിക്കൂർ മേടിക്കുന്നതോ ഒരു വീട്ടിൽ നിന്ന് 800 ലിറ്റർ വെള്ളം ഒരു മാസം 8000 ലിറ്റർ വെള്ളത്തിന് നമ്മൾ മേടിക്കുന്നത് 140 രൂപയാണ്. ഇപ്പോൾ ഒരു വർഷം തോന്നുമ്പോൾ മറ്റേ അത് വരും. മാത്രമല്ല ഒരു 10 രൂപ ഗുണഭോക്താവിൻ്റെ നിന്ന് മേടിക്കുന്നത് ഒരു മരണാനന്തര ഫണ്ട്. ആ കുടിവെള്ളം കൊടുക്കുന്ന വീട്ടിനകത്ത് അവിടെ ഗൃഹനാഥൻ അല്ല ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ സമിതിയുടെ അംഗങ്ങൾ കമ്മിറ്റിക്കാർ ഏകദേശം 5000 രൂപ ആ വീട്ടിൽ അപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ കുടിവെള്ളം ഒരു മാതൃകയാണ്. 265 വീടുകളുള്ള ഒരു ഡിവിഷനാണ്. 1, 2, 3 2 അഡീഷണൽ വെല്ലും കൂടി സെപ്പറേറ്റ് ഉണ്ട്. വാഴാനി ഡാമിൻ്റെ കനാലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം എടുത്ത് ഞങ്ങളവിടെ ഒരു വെല്ലും കൂടി അഡീഷണൽ വെല്ലും കൂടി കുഴിച്ചിട്ടുണ്ട്. കനാലിൽ വെള്ളം വരുമ്പോൾ തന്നെയും ഈ കിണർ റീചാർജ് ആവുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് ഗ്രാമസ്ഥര ഇപ്പോൾ അഡീഷണൽ വെല്ലും കൂടി ഒരെണ്ണം പണി കഴിഞ്ഞാൽ മോട്ടർ സ്ഥാപിച്ച് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി നിർമ്മാണം പൂർത്തീകരിക്കുന്നുണ്ട്. അത് നഗരസഞ്ചയ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ വർഷത്തോടെ എൻ്റെ പണി പൂർത്തീകരിക്കും. കുടിവെള്ളത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിക്ക് ഇതാണെങ്കിൽ തന്നെയും റോഡുകളുടെ വികസനം എത്രത്തോളം ഉണ്ടായിരുന്നു അന്ന് വന്ന സമയത്ത്? റോഡിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഗ്രാമീണ പ്രദേശമാവുക കാരണം റോഡുകളിലെ ചെറിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ സഞ്ചാരയോഗ്യമാവുന്ന രൂപത്തിലുള്ള എല്ലാ റോഡുകളുടെയും പണി പൂർത്തിയാണ്. CMLRPയിൽ ഏകദേശം 30 ലക്ഷം രൂപ എഡിഷനിൽ ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡുകളാണ്. അതുപോലെ തന്നെ
മെയിൻ്റനൻസ് ഗ്രാൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്ന മറ്റേ പ്ലാൻ ഫണ്ടിനകത്ത് പൊതുമരാമത്ത് മേഖലയ്ക്ക് ഇപ്പോൾ അത്ര സഞ്ചാരയോഗ്യമായ എല്ലാ വീടുകളിലേക്കും യാത്രാ സൗകര്യമായ റോഡുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഈ വർഷത്തോടുകൂടി മെയിൻ്റനൻസിനോടുകൂടി പണി പൂർത്തീകരിക്കാൻ കഴിയും. ലൈഫ് പദ്ധതിയിൽ നിരവധി വീടുകളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പണികളും നിർമ്മാണങ്ങളും എത്രത്തോളം ഉണ്ട്? അർഹരായവർക്കെല്ലാം തന്നെ ആ ഒരു പദ്ധതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് എനിക്ക് വളരെ എൻ്റെ മനസ്സിന് ഏറ്റവും സംതൃപ്തി വെച്ചില്ല ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം ഒന്ന് കിടന്നുറങ്ങാനൊരു ഇടം, തലചായ്ക്ക് ആ ഇടത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ നെട്ടോട്ടം മുടുന്ന കാലത്താണ് സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി വരുന്നത്. ആ ലൈഫ് പദ്ധതിക്ക് എൻ്റെ പ്രദേശത്തുള്ള അപേക്ഷിച്ച അർഹരായ മുഴുവൻ പേർക്കും ഈ 5 വർഷത്തിൽ വീട് കൊടുത്തുള്ള ഏകദേശം 92ഓളം വീടുകൾ. അതിൽ മാനസികമായിട്ടൊരു വിഷമമുള്ളത് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്താണ് ലൈഫിൻ്റെ ബിൽഡിങ് നമ്മുടെ ചെറുപ്പറമ്പിൽ വന്നത്. എൻ്റെ ഡിവിഷനിലാണെങ്കിൽ ഹൈവേയിൽ താമസിക്കുന്ന ചേരിയിൽ താമസിക്കുന്ന ഒരു 3 വീടുകളുണ്ട്. ഒരു സൈഡ് റെയിലും മറ്റത് ദേശീയ പാതയാണ്. അവർ കാലെടുത്ത് വയ്ക്കുന്നത് ഹൈവേയിലേക്കാണ്. പക്ഷേ അവർക്ക് മാത്രം വീട് കൊടുക്കാൻ പറ്റാത്ത ഒരു പുറമ്പോക്ക് ഭൂമിയാണ്. PWD പുറമ്പോക്ക് ഭൂമിയാണ്. റെയിൽവേയുടെ തടസ്സം അവർ ഫ്ലാറ്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. പൊളിറ്റിക്കൽ ഇതിൻ്റെ ഭാഗമായി അന്നത്തെ MLA വടക്കാഞ്ചേരി ഫ്ലാറ്റിനെതിരെയുള്ള പരാജയ സംവിധാനം ഏകദേശം 450 കുടുംബങ്ങൾക്ക് ഒരു തലചായ്ക്കാൻ ഇടം ലഭിക്കുന്നത് ഇപ്പോൾ ഒരു പൂർണ്ണതയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വടക്കാഞ്ചേരിക്കാർക്ക് വളരെ വിഷമമുണ്ടാക്കിയൊരു കാര്യമാണ്. പക്ഷേ അവർക്ക് നമ്മളിപ്പോൾ സ്വന്തമായി ഭൂമി ഇല്ലാത്ത ആൾക്കാർക്ക് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എൻ്റെ ഒരു പഴയ ഡിവിഷൻ തൊട്ടപ്പുറത്ത് 24ാം ഡിവിഷനകത്ത് അവിടെയുള്ള ഒരു അമ്മൻ ടീച്ചർ, ഞങ്ങളെല്ലാവരും വിളിക്കുന്ന അമ്മൻ ടീച്ചർ, അത് പള്ളി സ്കൂളിലെ നഴ്സറി ടീച്ചറായിരുന്നു, മലങ്കര പള്ളിയിൽ. അപ്പോൾ ആ ടീച്ചർ അവർ മരണത്തിന് ശേഷം 1 ഏക്കർ ഭൂമി നഗരസഭയ്ക്ക് തരാമെന്ന് ഇപ്പോൾ അടുത്ത് തയ്യാറാണ്. അവർ മരണശേഷം അവർ ബന്ധുക്കൾ ചെയ്തിരുന്നെല്ലാവരും കൂടി നഗരസഭ പറയുന്നുണ്ട്. ഞങ്ങളതിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിലാണ്. അപ്പോൾ എന്തെന്നായാലും എൻ്റെ ഈ കാലഘട്ടത്തിനകത്ത് എൻ്റെ പ്രദേശത്ത് മുഴുവൻ പേർക്കും വീട് കൊടുക്കും. ഞാൻ എൻ്റെ ഡിവിഷനിൽ മുഴുവൻ പേർക്കും വീട് കൊടുത്തിട്ടാണ് ഞാൻ വീട് പണിതത്. അങ്ങനെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഏകദേശം 87 പേർക്ക് വീട് കൊടുത്തതിന് ശേഷമാണ് എൻ്റെ പഴയ വീട് ഇപ്പം തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം. വിവാദമായ സംഗതിയൊക്കെ നിങ്ങൾക്കിപ്പോൾ കേട്ടിട്ടുണ്ടാവും. മറ്റേ പ്രശ്ന സംഗതി, അതൊക്കെ പൊളിറ്റിക്കൽ സംഗതിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതെ, എനിക്ക് എൻ്റെ മനസ്സിന് വളരെ സംഗതി മറ്റെല്ലാവർക്കും വീടായതിനു ശേഷമാണ് ഞാൻ ഒരു ജനപ്രതി എന്നുള്ള നിലയ്ക്ക് എൻ്റെ വീട്ടിലും എനിക്കും കുടുംബമുള്ളതല്ലേ, അതെൻ്റെ കുട്ടികൾക്ക് ആഗ്രഹങ്ങളുണ്ടാവാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ പണി കുറിച്ച് ഞാൻ ആ കാര്യത്തിൽ സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി വളരെ ജനങ്ങൾക്ക് ആശാകരമായിട്ടുള്ള ഒരു പ്രവർത്തനം. റീബിൽഡ് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ വികസനമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൈവേ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അതിൽ റോഡുകൾ വാർഡ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറാഞ്ചേരി മറ്റേ പ്രളയം കഴിഞ്ഞതിന് ശേഷം റീബിൽഡ് കേരളയ്ക്ക് 12.5 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ബൈപ്പാസിന്റെ നിർമ്മാണവുമായി തടസ്സവാദഗതികൾ അങ്ങനെ നിർമ്മാണം. ബൈപ്പാസിന് ഒരു തടസ്സവാദമില്ല. അത് ഓൾറെഡി ഇപ്പോൾ കിഫ്ബിയുമായി മറ്റേ എഗ്രി ചെയ്യാവുന്ന രൂപത്തിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ MLA ആയിട്ട് സംസാരിച്ചല്ലേ. നമ്മുടെ കരുതക്കാട് പള്ളി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ തുടക്കം. ആ ഫോറസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് തുടങ്ങി നേരെ അകമല ചെന്ന് അവസാനിക്കുന്ന രൂപത്തിൽ അതും അന്ന് നമ്മുടെ മാസ്റ്റർ പ്ലാനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ശരിക്കും അതൊരു പ്രാവർത്തികമായി കഴിഞ്ഞാൽ വടക്കാഞ്ചേരിയുടെ ഗതാഗത കുറിക്കുന്നത് തന്നെയല്ല വലിയ മാറ്റങ്ങളിലേക്കല്ല ഒരു കുതിച്ചുചാട്ടമാവില്ലേ സ്വാഭാവികമായിട്ടും ഇത് പ്രാവർത്തികമായി പോകുമ്പോൾ. വടക്കാഞ്ചേരിയുടെ കുതിച്ചാട്ടം ഒന്ന് ഈ ബൈപ്പാസ് മാത്രമല്ല. ഇപ്പോൾ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ പാർലിക്കാട് വടക്കാഞ്ചേരി പേർ റോഡ് എന്താ സ്ഥിതി? ഒരു 90% റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് ഇപ്പോൾ നമ്മുടെ MRSൻ്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് പള്ളിയുടെ അവിടെ നിൽക്കല്ലേ. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് ജാതി മതമോ കക്ഷി രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരും തയ്യാറാക്കിയാൽ ഈ മേൽപ്പാലം ഇല്ലാതെ തന്നെ വളരെ സുഗമമായി വടക്കാഞ്ചേരിക്ക് പോകാനുള്ള ഒരു റോഡ് 8 മീറ്റർ റോഡ് നിലവിൽ മറ്റേ AC മൊയ്തീനൊക്കെ MLA ആയിരുന്ന സമയത്ത് നമുക്കന്ന് അതിന് വേണ്ടുന്ന ഫണ്ടിൽ കാര്യങ്ങളൊക്കെ അത് റീബിൽഡ് കേരളയിലാണ് ഇപ്പോൾ ഒരു പകുതി റോഡ് പണി പൂർത്തിയായിട്ടുള്ളത്. ഇപ്പോൾ MLAയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മെയിൻ്റനൻസ് ഗ്രാൻറ്റിനകത്ത് MRSയിലേക്കൊന്ന് പോകാൻ അവിടേക്ക് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥയൊക്കെ അറിയാലോ. അപ്പോൾ അവർ വീട്ടുകാർ വരിക, അവിടേക്ക് ആവശ്യമായ വാഹനങ്ങൾ വരുന്നതിന് വേണ്ടി മുഴുവൻ പണി പൂർത്തിയാക്കിയെങ്കിലും ഒരു പാർലിക്കാട് വഴിക്ക് റെയിൽവേ ഗേറ്റിനോട് ചേർന്ന് ഇപ്പോൾ അവിടേക്ക് എത്താവുന്ന രൂപത്തിൽ ഈ ഒരു ടേമിൻ്റെ ഒരു അവസാന സമയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ആത്മാഭിമാനത്തോടുകൂടി തന്നെയല്ലേ നിൽക്കുന്നത്?
100%. ഒരു അംഗൻവാടിയാണ് നമുക്കിവിടെ ഡിവിഷൻ. സ്മാർട്ട് അംഗൻവാടിയാണോ? ഡിവിഷൻ ഇത് വിഭജനം നടന്നപ്പോൾ ഈ എൻ്റെ ഡിവിഷനിലെ അംഗൻവാടി തൊട്ടപ്പുറത്തെ ഡിവിഷനിലേക്ക് പോയി. അപ്പൊ പിന്നെ വേറൊരു അംഗൻവാടി വേണ്ടി അങ്ങനെയാണ് എൻ്റെ പ്രദേശത്ത് ഒരു സ്മാർട്ട് അംഗൻവാടി. ഒരു തർക്കമില്ല. അത് ബാക്കിയുള്ള കാശൊക്കെ ജനങ്ങൾ അതിന് വളരെ രണ്ട് കൈ. വയോജനങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാലോ, വയോജനങ്ങൾ പകൽ വീടുകൾ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ. വയോജനങ്ങളുടെ മാസം 2 ക്യാമ്പ് ഇപ്പൊ നടത്തുന്നത്. അത് മറ്റത് അവർക്ക് ഒന്ന് ഈ അംഗൻവാടി കെട്ടില്ല, ഇരിക്കാൻ മറ്റൊരു ക്യാമ്പ് നടത്തുമ്പോൾ അതൊന്ന് പരിശോധന നടത്താൻ സൗകര്യമില്ല. അപ്പോൾ നമ്മൾ മറ്റേ ഗവൺമെന്റിന്റെ വെൽക്കം ഹെൽത്ത് സെന്റർ ആരോഗ്യ കേന്ദ്രം എൻ്റെ അവിടെ അപ്പോൾ ഒരു വർഷം 1.5 വർഷമായി പ്രവർത്തിച്ചു വരിക. വാടകയ്ക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ അവിടെ കാലത്ത് ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ് ഉൾപ്പെടെ അവിടെ ഒരു ക്ലീൻ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാ ഒരു നാട്ടിൽ ഒരു സാധാരണക്കാരനൊരു പനി സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് മെഡിക്കൽ കോളേജിൻ്റെ അങ്ങോട്ട് പോകുമെന്നല്ല, അത് നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന PHC ഒക്കെ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റി കഴിഞ്ഞു. പക്ഷേ അവിടേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിൽ തന്നെ ആ വാർഡിനോട് ചേർന്ന് കിടക്കുന്ന തൊട്ടപ്പുറത്തും ഇപ്പുറത്തെയും വാർഡിലെ ആൾക്കാർക്കൊക്കെ വന്ന് ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ആരോഗ്യ മേഖലയ്ക്കകത്തും ശരിക്കും വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സ്വാഭാവികമായിട്ടും ഈ ഡിവിഷനിലെ വിട്ട് നമ്മുടെ നഗരസഭയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ആരോഗ്യ രംഗത്ത് വലിയൊരു മാറ്റങ്ങളിലേക്ക് കുതിച്ചു ചാട്ടം തന്നെ നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ആശുപത്രികളാണ്, അങ്ങ് പറഞ്ഞ പോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളിൽ മുട്ടുന്നവർക്ക് അവർക്ക് ആ ഒരു രീതിയിലുള്ള ക്യാമ്പുകൾ കാര്യങ്ങളെല്ലാം ക്രമീകൃതമായിട്ട് ചെയ്തു വരും. എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും പരാതികളുടെ പ്രളയം തന്നെയുണ്ട്. പല സ്ഥലങ്ങളിലും ഡോക്ടർമാരുടെ കുറവുണ്ട് എന്നെല്ലാം പൊതുവെ പറയുമ്പോൾ ആ ഒരു രംഗത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് നഗരസഭ സംവിധാനം ഇപ്പോൾ സർക്കാരും ചെയ്തിട്ടുള്ളത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ 5 വർഷത്തിനുള്ളിൽ ആരോഗ്യ മേഖലയ്ക്കകത്ത് വെച്ചിട്ടുള്ള സ്റ്റാഫുകളുടെ എണ്ണം എത്രയാണ്? നമുക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടുത്തെ നമുക്കതിൻ്റെ വലിപ്പം അറിയാത്ത അതുകൊണ്ടാണ്. ഒരു ദിവസം അവിടെ വരുന്ന പേഷ്യൻ്റ് എത്രയാണ്? അവർ ബൈസ്റ്റാൻഡേഴ്സും സംവിധാനമാകുമ്പോൾ അതാണ് ആ മെഡിക്കൽ കോളേജിൽ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ താഴെ തട്ടുള്ള സർക്കാരുകളെ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഈ പറയുന്ന സബ് സെൻ്ററുകളും മറ്റേ PHCയും ഫാമിലി ഹെൽത്ത് സെൻ്ററിലും കൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള അസുഖങ്ങൾക്കാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുള്ളൂ. ജില്ലാ ആശുപത്രിൻ്റെ ഇവിടെ ഇപ്പോൾ ജില്ലാ ആശുപത്രി മറ്റേ കോടിക്കണക്കിന് ഇവിടെ 10-18 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അവിടെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിച്ചു തുടങ്ങി. ഒരു 2 ഷിഫ്റ്റായി. ഇനി എണ്ണം കൂട്ടാൻ വേണ്ടി ആലോചിക്കുക. അതാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കുമ്പളങ്ങാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് ഈ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ മാലിന്യം അവിടെ കൊണ്ടുപോയി കുഴിച്ചിടായിരുന്നു. എല്ലാ ലക്കും ലഹാമില്ലാണ്ടല്ലേ എല്ലാവരും. ഞാൻ പറയാൻ പങ്കാളിയാണെന്ന് ഞാൻ പറയാം. ശരിക്കും അതിന്റെ പരിണിത ഫലം പിന്നീട് നമ്മൾ അനുഭവിച്ചു തുടങ്ങി. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ നമ്മൾ വിചാരിച്ചെന്താ, കോടിക്കണക്കിനൊക്കെ ഇറക്കിയിട്ടാണ് ഇപ്പോൾ അവിടെ ബയോമേനി നടക്കുന്നത്. തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തുള്ളത് ഏകദേശം ഒരു ലോഡ് പ്ലാസ്റ്റിക് എത്ര വർഷം 30 വർഷം മുന്നേ തന്നെ ആ സ്ഥലം എടുക്കുമ്പോൾ അന്നത്തെ ഇന്ത്യത്തുണ്ടായ KP നമ്പീസിനായാലും അസാദാണെങ്കിലും ഒക്കെ മാലിന്യ സംസ്കരണത്തിന് എടുത്തിട്ടുള്ള ഞാനാണ്. അന്ന് അവർക്കൊരു ദീർഘവർഷമുണ്ട്. പക്ഷേ ആ ദീർഘവർഷം തടുത്ത് എന്തെന്നാ നമുക്ക് അത്തരം ടെക്നോളജി നമ്മൾ നാട്ടിലൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. അത് വീണ്ടും JCB കൊണ്ട് മൂടിയിരുന്നു. ഇപ്പോൾ നമ്മളത് വൃത്തിയാക്കി ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ശരിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അറിയാതെ അവിടെ ഡെങ്കു എന്ന് പറഞ്ഞ സംഗതിയൊക്കെ വിവിധ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഡെങ്കു കൊതുകിൽ കൂടിയാണ്. അവിടെ ഒരു ഈച്ചയുടെ ശല്യമുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഇനാക്കരം ചെയ്ത് അവിടെ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് കൃത്യമായിട്ട് എല്ലാ കാലം പറഞ്ഞോട് തന്നെ അത് വാർഡ് സാനിറ്റേഷൻ സമിതിയുണ്ട്. ആ സമിതികൾ അതിൻ്റെ മറ്റേ ആശാവർക്കന്മാർ, കുടുംബശ്രീ അംഗങ്ങൾ, അവരെല്ലാവരും കൂടിയിട്ട് വാർഡ് വികസന സമിതി അംഗം എന്ന് പറയുന്നത് അങ്ങനെ ടീം വർക്കോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാ കിണറുകളും നമ്മൾ ബ്ലീച്ചിങ് ചെയ്യും. ഓടകളും കാനുകളും വൃത്തിയാക്കുന്നു. ഇപ്പോൾ പഴയ പോലെ അങ്ങനെയുള്ള സംഗതി വടക്കാഞ്ചേരിയൊക്കെ ഒരിക്കൽ പനി പിടിച്ചും വടക്കാഞ്ചേരി ടൗണിലൊക്കെ സ്ഥിതി അങ്ങനെയാണോ? നിങ്ങളൊന്ന് നോക്കിയൊക്കെ ഈ വടക്കാഞ്ചേരി നഗരസഭ കൂടി സഞ്ചരിച്ചു നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് ചേർക്കുന്ന സ്ഥിതി അറിയാം. ഹൈവേയുടെ 2 സൈഡും കാലത്ത് 6 മണിയാകുമ്പോഴേക്കും ആരോഗ്യ പ്രവർത്തകർ ഇറങ്ങുക. ഇപ്പോൾ വടക്കാഞ്ചേരിക്ക് പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് വേസ്റ്റിടാൻ മറ്റുള്ള ആൾക്കാർക്ക് പേടി തുടങ്ങി. 5 ലക്ഷം രൂപ മേലെയാണ് ഇപ്പോൾ ഫൈൻ ഈടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു നഗരസഭയിലുള്ള അത് ഭരണസമിതി അംഗങ്ങളാണ്. പ്രതിപക്ഷം എന്നൊക്കെ ഇങ്ങനെ വാക്കിന് പറഞ്ഞു പോകാന്നുള്ളൊരു കാര്യമില്ലേ? അതുള്ള ഒരു ഭരണസമിതി അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു നാടിനെ രക്ഷപ്പെടുത്താൻ മാധ്യമങ്ങൾ അതിൽ പങ്കാളികളാണ്.
ഈ മാധ്യമപ്രവർത്തകരും ഈ പരിപാടികളെ കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ സർവേഷൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ ഡിവിഷനുകളിലും ചെറിയ ഇപ്പം ആകെ നമുക്ക് പൂങ്കാവനമാക്കിയൊന്നും പറയാൻ പറ്റില്ല, ചെറിയ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറാഞ്ചേരി അങ്ങനെ വിവിധ സ്ഥലങ്ങൾ, കുറാഞ്ചേരി എന്ന് നമുക്കൊരു വീതിയിലായിരുന്നു, 19 ജീവനെടുത്തൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇപ്പം വന്ന് നിൽക്കാവുന്ന വീതിയുള്ള സ്ഥലത്ത് ഇപ്പം നമുക്ക് അവിടെ വന്ന് ഇരിക്കാവുന്ന സ്ഥിതി ഉണ്ടാക്കി. ജനങ്ങളിലെല്ലാവരും അങ്ങനെ ഒറ്റനവധി കളിസ്ഥലം, ഗ്രൗണ്ടിന്റെ പ്രശ്നം ഗൗരവമായിട്ട് വന്നുകൊണ്ടാണ് പണി വളരെ ഇഴഞ്ഞു നീങ്ങുന്ന ഈ പൊളിറ്റിക്കൽ സംവിധാനം വരുമ്പോൾ ഇപ്പം വിവരാവകാശം എന്ന് പറഞ്ഞ സംവിധാനം എല്ലാം ചെയ്തിട്ട് അവസാനം ഈ ആളുകൾ പറയില്ലേ രാവിലെ തൊട്ട് വെള്ളം കൂടിയിട്ട് വൈകുന്നേരം കലമടയ്ക്കുന്ന കുറച്ച് കലമടക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ട്. അത്രയുള്ള അതിനകത്ത് കുറച്ച് കലമടക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ട്, എല്ലാവരും ഉണ്ടാവില്ലോ. അപ്പൊ അതിന്റെ പ്രശ്നം ഉണ്ട് അതിനകത്ത്. അത് ഈ വർഷം എങ്ങനെ നമുക്ക് എന്തായാലും ഗ്രൗണ്ടിന്റെ പണി നിർമ്മാണ പ്രവർത്തനം അതിനാവശ്യമായ ഡ്രൈനേജ് ഇട്ട് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. വടക്കാഞ്ചേരി ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും വടക്കാഞ്ചേരി പൂരം എക്സിബിഷനായാലും സാംസ്കാരിക നഗരത്തിന്റെ ആണ് നമുക്കറിയാം. കലാകാരന്മാരുടെ ഒരുപാട് നാടാണ്, പ്രത്യേകിച്ച് എവിടെ അറിയാം ഉത്രാളിക്കാവും മച്ചാടും എല്ലാം നമുക്ക് അത്രയേറെ ഒരു മൈതാലും ലളിതേച്ചും മറ്റേ ഭരതന്റെ ഒക്കെ നാട്ടിൽ ഞാൻ വടക്കാഞ്ചേരി ഒരുപാട് ഇനിയും പറയാനുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ആ സംവിധാനത്തിൻ്റെ അകത്താണ് ഇപ്പോൾ ബഡ്ജറ്റ് ജൂബിലി ഫെലോഷിപ്പിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടും പ്രദേശത്ത് ഓരോ മറ്റേ വീടുകളിലും ഉള്ള കുട്ടികളെന്ന് മാത്രമല്ല പ്രായമായ ആൾക്കാർ വരെ ഇപ്പോൾ തുള്ളൽ നടന്ന് കഴിഞ്ഞ അരങ്ങേറ്റം കഴിഞ്ഞുള്ളൂ. അപ്പോൾ ആ മേഖലയ്ക്ക് അകത്തും നഗരസഭ നന്നായി ഇടപെടുന്നുണ്ട്. പോരായ്മകളുണ്ടാവും, എല്ലാം നമുക്ക് പൂർണ്ണമായൊന്നും പറയാൻ പറ്റില്ല. അതൊരു മനുഷ്യന് ആവശ്യം എന്താണ്? അപ്പോൾ ഞാൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം, ഒരു മനുഷ്യന് ഒന്ന് കിടക്കാനുള്ള ഒരാവശ്യമുള്ള വീട്, തലചായ്ക്കാൻ വീട്, 2 അവനാവശ്യമായി കുടിവെള്ളം, 3 മറ്റേ അവന് സഞ്ചാരയോഗ്യമായ വഴി, ആരോഗ്യ മേഖലയ്ക്കകത്ത് തൊട്ടടുത്ത് താമസിക്കേണ്ടത്. ഇതെല്ലാം പ്രാർത്ഥിക്കുന്നത് അതൊക്കെ ഒരു പരിധി വരെ ഇനിയും അടുത്ത് വരുന്ന ആൾക്കാർക്കും ഒരുപാട് നിർമ്മാണ പ്രശ്നം ആശയങ്ങളുണ്ടാവും. അടുത്ത അംഗത്തിന് ഇറങ്ങുന്നതിന്റെ ഒരുക്കുന്ന ഒരു 25 കൊല്ലം നമ്മളിപ്പോൾ പൂർത്തീകരിച്ചില്ലേ? നമ്മളിലൂടെ അത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് ഒരു ജനപ്രതിയാവാന്നുള്ള സംഗതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു കുടിവെള്ളത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ശരിക്കും ജനപ്രതിയായിട്ട് വരുന്നത്. അതിനുശേഷം അതിപ്പോൾ 2000 തൊട്ട് 2025 ഒരു മനുഷ്യന് 25 വർഷം വരെ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിനകത്തില്ല, ഒരു വർക്കില്ല. ഞാൻ ടാക്സി ഡ്രൈവറായിട്ടുണ്ടാകുന്ന ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി, ഇപ്പോൾ HSND ചെയർമാനാണ്. ഇതൊക്കെ ജനങ്ങൾ തരുന്ന ഒരു അംഗീകാരം. അത് 5 വർഷത്തേക്കുള്ളൂ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ പറയുന്ന ജനത്തിന് ഒരു ആഗ്രഹം ഉണ്ട്, ഒരു 5 വർഷം വീണ്ടും ജനങ്ങളുടെ ആഗ്രഹം ഉണ്ടാവും. ജനങ്ങൾക്ക് ഇനി യൂത്തിന്റെ ഒരു കാലമാണ്. അപ്പൊ അത്തരം ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്നാണ് എൻ്റെ കൃത്യമായ. പൂർത്തീകരിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പദ്ധതി പാതിവഴിയിൽ നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും ആർട്ട് ഗാലറി അങ്ങനെ എന്തെങ്കിലും ഒരു? എൻ്റെ മനസ്സിനകത്ത് ഉണ്ടാകുന്നൊരു സങ്കല്പം, ഈ വാർഡിനകത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്ന രാജു, ഞങ്ങളൊരു നാടക കളരി എന്നുള്ളൊരു ആശയം ഞങ്ങൾ പങ്കുവച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ആൾദൈവം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് അതിനുവേണ്ടി പോരാടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്കൊരു ശാരീരികമായി ഒരു അസുഖം വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ആൾദൈവത്തിൻ്റെ ടീം ആൾക്കാരൊന്നും എത്തില്ല അവർക്ക്. അപ്പോൾ ഏകദേശം അവർക്കൊരു 30 സെൻറ്റോളം സ്ഥലം, ഒരു വീടും 2-3 അമ്പലങ്ങളൊക്കെ ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ഒരു അമ്പലത്തിൽ പഠിച്ച അമ്പലത്തിൽ എന്നാ പറയുന്നത്. വിശ്വാസമൊക്കെ ഒരു മനുഷ്യ വേണം. അന്ധവിശ്വാസത്തിനെതിരെ ഞങ്ങൾ പോരാടിയത്. പക്ഷെ അവർക്ക് വയ്യാതെ ആയിപ്പോൾ അസുഖം ബാധിച്ചപ്പോൾ ഞങ്ങളുടെ യുവതാരെയാണ് അവരെ ഏറ്റെടുത്തത്. നീരിസാമി എന്നാണ് പറയുന്നത്. നിങ്ങൾ പോകുമ്പോൾ വേണമെങ്കിൽ ആ അങ്കമാടി ഇപ്പോൾ പുതുതായി MLA ഫണ്ട് തന്ന അങ്കമാടി നിങ്ങൾക്ക് കാണാം. അവിടെയാണ് ഇപ്പോൾ നമ്മൾ അങ്കമാടി വരുന്നത്. ബാക്കി വരുന്ന സ്ഥലത്ത് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് നാടകളരിക്കകത്ത് വളരെ ഡ്രാമ സ്കൂളൊക്കെ പഠനം പൂർത്തിയാക്കി വന്ന രാജീവിൻ്റെ ഒരു സ്വപ്നം കൂടി പൂർത്തീകരിക്കണേ. രാജീവ്, അതേമാതിരി ജോഷി, ഞങ്ങൾ ബാബു, ഞങ്ങളുടെ ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ പോയ അന്തൻ എന്ന് പറയുന്ന അന്തപ്പൻ, ഇതൊക്കെ നാടിന് വേണ്ടി സജീവമായി ഇടപെട്ട ഒരു ചെറുപ്പക്കാരായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും പകൽ വീടാണ്. അപ്പോൾ നമുക്ക് ആ പകൽ വീട് എന്നൊന്നും പറയില്ല. ഈ ആട്ടുകാർക്ക് വരുമ്പോൾ അവിടെ പ്രായമായ ആൾക്കാർക്കും വന്നിരിക്കാം, ചെറുപ്പക്കാർക്കും വന്നിരിക്കാം. ഇപ്പോൾ ഒരു ഓപ്പൺ ജിമ്മിൻ്റെ കാലമാണ്. എന്താണ് കാരണം? പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളൊന്നും ജീവിതശൈലി രോഗങ്ങൾ വരേണ്ട കാരണം എന്താ? അന്ന് കാലത്ത് ഇന്നിപ്പോൾ 2 വിരൽത്തുമ്പിലാണ് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ. അവരൊന്നും പണിയില്ല എന്നല്ല പറയുന്നത്. ഞാൻ സ്ത്രീകളെ ക്ഷമിക്കുന്നില്ല. ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിന് കാലത്ത് എനിക്ക് സ്വിച്ച് ഓൺ ആക്കി വെള്ളം വന്നു. അന്ന് എന്ത് ചെയ്തു? അന്ന് വെള്ളം കോരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അരവായിരുന്നു. അപ്പോൾ ഇപ്പം അത് മിക്സിയാണ്. എല്ലാം
അപ്പോൾ അതൊക്കെ എന്നാലും അവർക്ക് ഒരുപാട് അത് കഴിഞ്ഞിട്ട് വേണം മറ്റു ജോലിയൊക്കെ പോകാൻ. അപ്പോൾ ആ സ്ത്രീകൾ എടുക്കുന്ന അസുഖത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ശരീരം സംഗതി ഒരു പ്രവർത്തനമില്ല. ഈ ടൈപ്പിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. കമ്പ്യൂട്ടറായാലും സിസ്റ്റമായാലും ഒക്കെ ആ വർക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓപ്പൺ ജിമ്മും സംവിധാനമൊക്കെ ആൾക്കാർക്ക് പോകണമെന്ന് പറയുന്നത്. എന്തായാലും ഒരു പിന്നിട്ട് നോക്കുമ്പോൾ അഭിമാനത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ഇതുവരെ സഞ്ചരിച്ച പാത നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ 25 വർഷമാണ് പറയുന്നത്. ഏറെ സന്തോഷത്തിൻ്റെ നിമിഷമല്ലേ. മനസ്സിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് പദ്ധതിക്കകത്തുള്ള വീടുകളും റോഡുകളും നേരത്തെ പറഞ്ഞ ആരോഗ്യ മേഖലയ്ക്കകത്തുള്ള ആരോഗ്യ കേന്ദ്രം 24 മണിക്കൂറും കുടിവെള്ളം പുറത്താൻ കഴിയും. അത് എൻ്റെ മാത്രം എടുക്കുന്നില്ല, എൻ്റെ നാട്ടുകാരെ മുഴുവൻ സപ്പോർട്ടും കൂടിയാണ്. ഈ പറയുന്ന ഒരേക്കർ കുളത്തിനകത്ത് ഒരു 8 മീറ്റർ ഡയാലൊരു കിണർ കുടിക്കാന്ന് പറഞ്ഞാൽ കുളത്തിനകത്ത് കിണർ കുടിക്കുക, അത് പുഴയ്ക്ക് പൂഴി അടിക്കാൻ നല്ല കേസാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെ വേറൊരു സ്ഥലത്ത് കുറവുള്ള സ്ഥലമില്ല. പാവം ഭാസ്കരൻ മരണപ്പെട്ടു പോയി. അദ്ദേഹമാണ് പറഞ്ഞ് പഴയ ആൾക്കാർ നമ്മൾ പറയും പഴമക്കാർക്കൊരു ഒരു സംഗതി ഉണ്ട്. എവിടെയാണോ ഇവിടെ വെള്ളം ഞങ്ങൾ 8 കിണർ ഏകദേശം കുഴിച്ചിട്ടുള്ള ആൾക്കാരാണ് സമിതിയുടെ ഭാഗത്ത്. അപ്പോൾ അവസാനം വെച്ചിട്ട് അവസാനം ഇവിടെ എവിടെയാണ് വെള്ളം കിട്ടാൻ പോകും ഈ ആ പാട്ടുകളത്തിനവിടെ പുറത്ത് കിണർ കുഴിച്ചേക്കുക. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രദേശത്തുള്ള ആൾക്കാർ ഇപ്പോഴും സമാധാനത്തോട് കൂടിയിട്ട് ഇപ്പോൾ ഇക്കോളിനും മറ്റ് ബാക്ടീരിയ അറിയുന്ന വെള്ളം ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മുടെ കക്കൂസുകളെല്ലാം പുറത്തല്ലായിരുന്നു. ഇപ്പം അതെല്ലാം അകത്തായില്ലേ. ഈ അകത്താക്കിയിട്ട് എന്തായി, അവിടെ നമ്മൾ ഒന്ന് ബാത്റൂം പോയി കഴിഞ്ഞാൽ ഒരമർത്താനത്തിൽ അപ്പം 10 ലിറ്റർ വെള്ളം പോയി. അങ്ങനെ വെള്ളം ഉപയോഗിച്ചതിൻ്റെ ശീലം മാറി. അപ്പോൾ മറ്റൊന്ന് നമ്മൾ കപ്പ് കൊണ്ടാണ് ഉപയോഗിച്ചത്, പുറത്തായിരുന്നു. അപ്പോൾ പുറത്തുള്ളവനെ അകത്ത് വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നാട്ടിനകത്തുണ്ട്. അത് കാലം മാറേണ്ടിയാണ്. ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. ചെയ്ത് ഇരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? പാതി വഴിയിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വ്യാസ കോളേജ് സ്റ്റോപ്പിനകത്ത് ഇപ്പോൾ 1000കണക്കിന് കുട്ടികൾ ദിവസം വന്ന് ബസ്സിറങ്ങുന്ന ഒരു കേന്ദ്രം. അപ്പോൾ അത് തീർച്ചയായും പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഇപ്പോൾ എങ്ങനെയൊക്കെ കാര്യം സാധിക്കാവുന്നൊരു കാലമാണ്. പക്ഷേ അതിനും ഒരു അറുതി വരുത്താൻ ശുചിത്വ മിഷൻ്റെ ഒരു കോമൺ ടോയ്ലറ്റ് PWDക്ക് തന്നെ ആവശ്യമായ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറാഞ്ചേരിയിലുള്ള നമ്മുടെ വഴിയോര വിശ്രമ കേന്ദ്രം ട്രേക്കൻ ബാക്ക്. അപ്പോൾ തൊട്ട് പുറത്ത് അവിടെ ഏകദേശം 10-45 വാഹനങ്ങളും ഓട്ടോറിക്ഷക്കാരും തൊഴിലാളികളും ഒക്കെ കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ്. അവിടെയും നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അവിടെയും പൊതുജനങ്ങൾക്ക് കുടിക്കാനായിട്ട് നമ്മുടെ ഈ സമിതിയുടെ ഭാഗമായിട്ട് ഡ്രിങ്കിങ് വാട്ടർ സ്കീം വെച്ചിട്ടുണ്ട് സൗജന്യമായിട്ട്. അവിടെ വരുന്ന ആൾക്കാർക്ക് കാലത്ത് തൊട്ട് 8 മണി മുതൽ 5 മണി വരെ യൂണിയൻ ഓഫീസിലത്തെ നമ്മുടെ തൊഴിലാളികൾ പോകുന്ന സമയത്ത് ലോക്ക് ചെയ്യും. അതുവരെ അവിടെ പൊതുജനങ്ങൾക്ക് സൗജന്യമായി വെള്ളം കുടിക്കാവുന്ന സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സമിതിയുടെ ഒരു വഴിയിലാണ്. അപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ആവശ്യമായ PWDയിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിന് കത്ത് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഈ വീടിനകത്ത് ആ പണി കൂടി പൂർത്തീകരിക്കും. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. അല്പനേരം അങ്ങ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഒരു ജനപ്രതിനിധി നമുക്കറിയാം, ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുമ്പോൾ അവർക്കുള്ളിലൊരു വിശ്വാസമുണ്ട്, ഈ ജനപ്രതിനിധി നാടിന് സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടുന്നൊരു വ്യക്തിയാവണം, ഏത് ആവശ്യങ്ങൾക്കും ഏത് പാതിരാത്രിയിലും മുന്നിൽ വന്ന് പറയാൻ പറ്റുന്നൊരു വ്യക്തിയാവണം. അത്തരത്തിൽ ചിന്തിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവരുടെ ഒരു അളവുകോലായിട്ട് ചിന്തിക്കുന്നത്. പൊതുവെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഈ തരത്തിൽ തന്നെയാണ്. അതായത് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവണം, ഏതൊരു ആവശ്യങ്ങൾക്ക് ചെന്നാൽ നോ എന്നോ അല്ലെങ്കിൽ ഞാനുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രതിനിധി. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ പുലർത്തി പോകുന്ന ഒരാളാണ് അത്. ഇവിടെയുള്ള സാമൂഹിക തലങ്ങളിലും രാഷ്ട്രീയ തലങ്ങളിലേക്കാൾ ഉപരിയായിട്ട് സാമൂഹിക കാര്യങ്ങളിലെല്ലാം ഒരുപാട് സാംസ്കാരിക കാര്യങ്ങളെല്ലാം ഇടപെടുന്നുണ്ട്. ഇവിടെ കളിക്കാവ് പൂരമാണെങ്കിലും ശരി, മച്ചാട് മാമാകം, അതുപോലെ തന്നെ ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ ഒരു രംഗത്തിൽ നിരവധി സുഹൃത്തുക്കളില്ലേ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈ 20 വർഷക്കാലത്തിനിടയ്ക്ക്. ഒരുപാട് അത് തന്നെയല്ലേ കുറച്ചൊക്കെ ബലം കിട്ടുന്നത്. നമ്മുടെ വ്യക്തിപരമായ നമുക്കൊരു ആത്മവിശ്വാസമുള്ള ഉണ്ടാവും. ആദ്യം ഒരു മനുഷ്യനെ ചോദിച്ചാൽ അവന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെങ്കിലും മറികടന്ന് പോകാനുള്ള അങ്ങനെ ഉണ്ടാവുന്ന ബന്ധം, ആ ബന്ധം നമ്മൾ ഇന്ന് വരെ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ബന്ധങ്ങളെല്ലാം ഇന്ന് വരെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും ബന്ധങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ. ബന്ധങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്ന് പിന്നെ നേരത്തെ പറഞ്ഞ അവസാന സംഗതി അനുസരിച്ച് ഇപ്പം നമ്മുടെ ഈ പ്രദേശം ഏകദേശം 10-40 ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളാണ്. ആ കാർഷിക മേഖലയ്ക്ക് അകത്ത് വിപ്ലവകരമായ മാറ്റം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3 പൂല് പഴയ നമ്മുടെ കാരണന്മാർ പണ്ടുന്ന സാധനം 1 പൂല പണിയുണ്ട്. പുതിയ ടെക്നോളജി വെച്ച് നമുക്ക് അതും കൂടി പ്രാവർത്തികമായാലാണ്. ഇപ്പം നമുക്ക് തമിഴ്നാടിനെ ആശ്രയിക്കണം. എന്തുകൊണ്ടാണ് പുതുതലമുറ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്? ചേറിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഒരു സംവിധാനം ഉണ്ടല്ലോ. പക്ഷെ എന്നായിരിക്കും പണിക്കാരെ കിട്ടാനില്ല.
അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഗ്രീൻ ആർമി എന്ന് പറയുന്ന എന്റെ കുറച്ചുകൂടി ചന്ദ്രകുടിയുള്ള ആളാണ്. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് വടക്കാഞ്ചേരി. ഞങ്ങള് ഏകദേശം ഒരു വർഷത്തിൽ ഞങ്ങൾ ഗ്രീൻ ആർമിയിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ചേച്ചിമാരും എല്ലാം കൂടി ഏകദേശം ഒരു 3-4 കോടി രൂപ ടേൺ ഓവറുള്ളതാണ്. അതെ, അത് അവർക്കാണ് ആ വേതനം കൊടുക്കുന്നത്. ഞങ്ങൾ ഓഫീസിൽ പ്രവർത്തിക്കാൻ വേണ്ടി അതിൻ്റെ ചെറിയ ശതമാനം മാത്രം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനമില്ല. അത് നെക്കൻ സ്ഥാനത്ത് ആയിക്കോട്ടുകൂടി കുറച്ച് ആൾക്കാർ മേഖലയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ വെള്ളം എങ്ങനെ ഉപയോഗിക്കണം, വളരെ വെള്ളം കുറച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ ഈ ഒരു പൂലും കൂടി ഈ കൃഷി ചെയ്താൽ നമ്മുടെ പ്രദേശത്തിന് ആവശ്യമായ അരി ഈ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം അത് ക്രമാധികം കൃത്യമായിട്ടൊന്ന് പരിപാലിച്ച് അതിന് ഒരു കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൃഷി വാഴാനി ആശ്രയിച്ചിട്ടാണ് നമ്മുടെ പ്രദേശത്ത് 3 പൂല് കൃഷി ചെയ്യുന്നത്. കാലാവസ്ഥയിൽ വ്യതിയാനം, ഗ്രൗണ്ട് വാട്ടർ ലെവൽ താന്നുകൊണ്ടിരിക്കല്ലേ, നമ്മൾ ഒന്നും അങ്ങോട്ട് കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഈ കുടിവെള്ള സമിതിയുടെ ഭാഗമായിട്ട് ഒരു പലിശ ഇല്ലാത്ത വായ്പ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു പരിധി ഒരു 50 വീട് വരെ റീചാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇനി ആ കാലഘട്ടത്തേക്ക് കടന്നു. അങ്ങോട്ടൊന്നും കൊടുക്കാതെ മഴ പെയ്യുമ്പോൾ ആ വെള്ളത്തിന് നേരെ ഇവിടെ നിന്ന് എല്ലാ ഡ്രെയിനേജും മറ്റേ ഒരു തുള്ളി സ്ഥലം വെള്ളം അവനാൻ്റെ വീട്ടിൽ അതുമല്ല. ഇപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലം വരെ ടൈലിട്ടു മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല. കാർഷിക മേഖലയ്ക്ക് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് മുന്നോട്ട് 100%. അതിനുവേണ്ടിയാണ് ഇനി നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോവുക. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇതുവരെ അവർ നമ്മളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട് നന്നാവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പോരാടാം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. എന്നാലും ഒത്തിരി ഭാവങ്ങൾ ഞങ്ങൾ നേരുന്നു, എല്ലാവിധ ആശംസകൾ നേരുന്നു. ചെയ്ത പ്രവർത്തനങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇനിയും ഒരുപക്ഷെ അങ്ങ് പറഞ്ഞു ഇനി ഞാനൊരു അംഗത്തട്ടനില്ല എന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എങ്കിലും ചില മാറ്റങ്ങൾ വരട്ടെ. അത്തരം ചിന്താഗതികളിലൂടെ പുതുതലമുറയ്ക്ക് കൂടെ പ്രത്യേകിച്ച് അറിയാൻ അങ്ങ് സൂചിപ്പിച്ച വലിയൊരു കാര്യമുണ്ട്. കാർഷിക മേഖല, വടക്കാഞ്ചേരിയുടെ കാർഷിക മേഖലയ്ക്ക് പുതുതലമുറകളടക്കം മുന്നോട്ട് വരേണ്ട ആവശ്യകതയുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് വരാനുള്ള പ്രവർത്തനങ്ങളുമായി അങ്ങ് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ഇതെല്ലാം കാർഷിക മേഖലയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് പോലും നമുക്കറിയാം ബംഗാളികളെ ഇറക്കിയിട്ട് കൃഷി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ മലയാളികളാണ്. ബംഗാളികൾ പോലും ഇറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മലയാളിക്കില്ല. ബംഗാളി അവർ മനുഷ്യരല്ലേ, അവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോയെങ്കിൽ നമ്മുടെ ഒരു അധപ്പതനം എന്നതിനോട് പറയാം. കാരണം പണ്ട് ചെളിയിൽ നമ്മളൊരു വൈറ്റ് കോൾ സംവിധാനത്തിലേക്ക് അതാണ്. അപ്പോൾ എന്തായാലും പുതുതലമുറ ആ രീതിയിലേക്ക് വരാനുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുന്നു. ഞങ്ങളോടൊപ്പം അല്പനേരം സഞ്ചരിച്ചതിന് ഒരുപാട് സന്തോഷവും രേഖപ്പെടുന്നു. എന്തായാലും പിന്നിട്ട വഴിയിലൂടെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും തിരക്കുള്ള ഒരു അതിഥിയാണ്. ആ തിരക്കുള്ള അതിഥിയോടൊപ്പം ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഇതുവരെയും ഏതെല്ലാം പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെയാണ് ഇനി ആവശ്യകത എന്നെല്ലാം ഞങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു. എന്തായാലും മറ്റൊരു പുതുമയാർന്ന അധ്യായത്തിൽ പുതിയൊരു അതിഥിയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. എൻ്റെ ഒരു 5 വർഷത്തെ ഒരു പിന്നാക്കം തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാനൊരു തയ്യാറെടുപ്പൊന്നുമില്ലായിരുന്നു. നിങ്ങൾ വന്ന് സംസാരിച്ചപ്പോൾ ശരി ഇതിപ്പോൾ മറച്ചു വയ്ക്കേണ്ടതില്ലോ. ആ കാര്യം നിങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞു. ഇനി ജനങ്ങൾ വിലയിരുത്തട്ടെ. ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നെ ക്ഷണിച്ചതിനും നിങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞതിനും നന്ദി, നമസ്കാരം.